ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഞാനിന്ന് വീണ്ടും ഒരു പുതിയ BR കളിക്കാൻ പറഞ്ഞ് ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയ സ്ക്വിഡ് ഗെയിം ഇവൻറ്റ് നിങ്ങൾ കണ്ടോ ഗൈസ്? കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. സെറ്റാണ് ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ പ്ലെയിൻ്റെ ഫ്രണ്ടിൽ തന്നെ 3-4 ഗാർഡ്സ് നിൽക്കും ഗൈസ്. അപ്പോൾ പ്ലെയിനിലേക്ക് ചാടാറാവുമ്പോൾ ആ ടൈം ഔട്ട് വരില്ലേ, ആ സമയത്ത് അവർ ഗണ്ണും കൊണ്ട് നമ്മളെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന പോലെ നിൽക്കും ഗൈസ്. നല്ല സെറ്റ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ പ്ലെയിനൊക്കെ നിങ്ങൾ കണ്ടോ ഗൈസ്? സെറ്റാണ്. അപ്പോൾ എൻ്റെ ടീംമേറ്റിൻ്റെ ഒപ്പമാണ് ഞാൻ ഇറങ്ങുന്നത്. ഞാൻ ഡുവോ ആണ് എടുത്തേക്കുന്നത് ഗൈസ്. അപ്പോൾ എൻ്റെ ടീംമേറ്റ് അല്ല, എവിടത്തെയോ ഒരാൾ എൻ്റെ ഒപ്പം കളിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇറങ്ങി എനിമീസിനെ തീർക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. അപ്പോൾ ബൂയി അടിക്കാൻ പറ്റുമോ എന്ന് നോക്കലാണ് ഗൈസ് എൻ്റെ ചലഞ്ച് എന്ന് പറഞ്ഞ അന്ന്. അപ്പോൾ ചലഞ്ച് വേറെ ആരും ഒന്നും തന്നിട്ടില്ല ഗൈസ്. നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ട് നിങ്ങളാരും ഒന്നും പറഞ്ഞു തരാറില്ല ഒരു ചലഞ്ചും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇനി ചോദിക്കുന്നില്ല ഗൈസ്. നിങ്ങളോട് ചോദിച്ചിട്ട് ഇനി ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ചലഞ്ച് തരാം, ഞാൻ ചെയ്തിരിക്കും ഗൈസ്. അപ്പോൾ ഞാനിവിടെ ഓഗസ്റ്റീൻ എടുത്തിട്ടുണ്ട് ഗൈസ്, കിങ്ഫിഷർ കളഞ്ഞിട്ട്. പിന്നെ ഇവിടെ ബൈസോണും കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരുത്തൻ തേണ്ട കയറി പോന്നു. എന്നിട്ട് 2-3 ഡാമേജാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് അവൻ ഇറങ്ങിപ്പോയി. ഇനി അങ്ങോട്ട് പോയിട്ടും കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ പോകണമെന്നുള്ളതാണെന്ന് കരുതി. എന്നാലും ഇത് നമ്മുടെ താഴത്തേക്കാണല്ലോ ജോയിൻ ചെയ്തേക്കണം ഈ ലൈന്. അപ്പോൾ നമുക്ക് അവരൊന്ന് നോക്കാം, പിന്നെ നോക്കാമെന്ന് കരുതി. അപ്പോൾ വേറെ വല്ല ഗൈസ് നമ്മുടെ M8087 കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഉണ്ട നമുക്കൊന്ന് വാങ്ങിക്കണം. 12 ഉണ്ടേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ SMG ആമോ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ശബ്ദം കുറച്ച് ബ്ലർ പോലെയോ അങ്ങനെ എല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ ഗൈസ്, എനിക്ക് നല്ല പനിയാണ്. അപ്പോൾ എനിക്കിവിടെ നമ്മുടെ M590 കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എപ്പോൾ കളിച്ചാലും എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഗൺസാണ് ഗൈസ് SKS M590. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ ഇപ്പോൾ കളിക്കുന്ന BRൻ്റെ ഷോർട്സ് ഇടുന്നത് പകുതിയും SKSും M590 കൊണ്ടാണ് ഗൈസ്. ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ തപ്പി കണ്ടുപിടിക്കും ഗൈസ് SKSും M590യും. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് വേറെ ഗണ്ണൊക്കെ എല്ലാം കിട്ടുമെന്ന് നോക്കണ്ട ഗൈസ്. കാരണം എനിക്ക് ഈ 2 ഗണ്ണും മതി, വേറൊരു ഗണ്ണ് ഞാൻ നോക്കുന്നില്ല. SVDY കിട്ടിയാൽ പിന്നെ SVDY ഞാൻ എടുക്കും ഗൈസ്, അല്ലെങ്കിൽ AWY. ഈ 3 എണ്ണം വെച്ചിട്ടാണ് ഞാനിപ്പോൾ എപ്പോഴും കളിക്കുന്നത്. എനിക്കിപ്പോൾ മെയിനായിട്ട് വേണ്ട ഗണ്ണെന്ന് പറഞ്ഞാൽ M590 തന്നെയാണ് ഗൈസ്. അപ്പോൾ ABCB എടുക്കും. ഇപ്പോൾ അവിടെയൊക്കെ ഉള്ളത് ABCB ആണ് ഗൈസ്. അപ്പോൾ എനിക്ക് കുറച്ച് പനിയാണ്, 2-3 ദിവസമായി മാറിയിട്ടില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സൗണ്ട് വ്യത്യാസം ഉണ്ടാകും, സോറി കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ ഏതോ ഒരു കൂട്ടുകാരൻ എയർ ഡ്രോപ്പ് ഇട്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രോസേ ഉള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് അപ്ഗ്രേഡ് ചിപ്പ് അവൻ അപ്പോഴത്തേക്കും പോയി എടുത്തു ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിപ്പോവാം, അല്ലാണ്ട് വേറെ ഒന്നും നോക്കാനില്ലല്ലോ ഗൈസ്. അപ്പോൾ ഇവിടെ കൂടെ പോയി നോക്കി എനിമീസിനെ കണ്ട കില്ല് ചെയ്യാന്ന് എഴുതി ഗൈസ്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡിൽ കൂടെ തന്നെ ചാടാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഗൈസ്, നല്ല രസമാണ് ഗൈസ്. ഞാനിങ്ങനെ ചാടി കളിക്കും ഗൈസ്. ദേണ്ട ഗൈസ്, ആ കല്ലിൻ്റെ ഇടയ്ക്ക് ഒരു എനിമി ഗൈസ്. അപ്പോൾ ഞാൻ ഓരോന്നിട്ട് കയറി കണ്ടിട്ടുണ്ട് ഗൈസ്. 3 വെച്ച് കുറച്ച് ഗൈസ്. അപ്പോൾ ഞാൻ M590 കൊണ്ട് അവനെ നോക്കിയിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓറിയോൺ ക്യാരക്ടറിനെയും കൂടി പവറുള്ളതുകൊണ്ട് മാത്രമേ എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റി. എനിക്ക് ഓറിയോണും വൂക്കോങ്ങുമാണ് ഗൈസ് ഇഷ്ടം. കാരണം നമുക്കത് ഒരാളെ കില്ലെടുത്താൽ വീണ്ടും വരും ഓറിയോൺ. അതുകൊണ്ട് എനിക്കതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാനിവിടെ നമ്മുടെ എയർ ഡ്രോപ്പിൻ്റെ സാധനം ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എയർ ഡ്രോപ്പ് വരാൻ നോക്കി നിൽക്കലാണ്. അപ്പോൾ ഇപ്പോൾ എയർ ഡ്രോപ്പൊക്കെ നല്ല സ്പീഡിൽ വരും ഗൈസ്. അപ്പോൾ വന്നിട്ടുണ്ട് എൻ്റെ എയർ ഡ്രോപ്പ്. ഞാൻ എടുത്തപ്പോൾ SVD ആണ് ഗൈസ്. പക്ഷെ എനിക്ക് SVD വേണ്ട ഗൈസ്. കാരണം SVDY ആണെങ്കിലാണ് എനിക്ക് കുറച്ചും കൂടി നല്ലത്. കാരണം അത് ഗ്ലൂ വാളിൻ്റെ അകത്തെ കൂടെ അടിക്കും. അല്ല ഗൈസ്, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ നേരത്തെയൊക്കെ വിചാരിച്ച് ഞാൻ വല്ല ഹാക്കറായെന്ന് ഗൈസ്. കാരണം ഞാൻ SVDY വെച്ച് ഗ്ലൂ വാളിൻ്റെ അകത്തിരിക്കുന്ന ആളടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായേക്കുന്നത് SVDY ഗ്ലൂ വാളിൻ്റെ അകത്തെ കൂടെ അടിക്കുന്നത്. അപ്പോൾ M8UB ഉണ്ട് ഗൈസ്, അതെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവനതെടുത്തു ഗൈസ്. M8UB അവൻ എടുത്തുകൊണ്ട് പോയി. പിന്നെ M8UB നോക്കിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് നോക്കിയില്ല. പിന്നെ ഇതിൻ്റെ അകത്തും SKS തന്നെയാണ് കിടക്കുന്നത് ഗൈസ്. കയ്യിലെ ഒരു SKS ഉണ്ടല്ലോ, പിന്നെ എന്തിനാ 300 രൂപ വെറുതെ കൊണ്ടുപോയി കളയണേ. നമുക്ക് എവിടെയാണെങ്കിലും ഒന്നും അത് കാശില്ല, ഗെയിമിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ഒന്നുമില്ലല്ലോ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് വേറെ എനിമീനെ തപ്പിപ്പോവാം ഗൈസ്. 33 ലൈവ് ഉണ്ട് ഗൈസ്. ഇനി ഞങ്ങളെ കൂട്ടിയിട്ടാകുമ്പോൾ ഒരു 31 പേര് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ വീടുകളെ ഇപ്പോൾ എല്ലായിടത്തും M590 ഉണ്ട് ഗൈസ്. എനിക്കത് ഇഷ്ടമാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് അടിക്കാൻ പറ്റുന്നത് ഇപ്പോൾ M590 SKS ആണ് ഗൈസ്. വുഡ് പെക്കറിൻ്റെക്കാളും നന്നായിട്ട് ഞാനിപ്പോൾ അടിക്കുന്ന SKSും കൊണ്ടാണ്.
എന്താണെന്നറിയില്ല, എനിക്ക് SKS കുറച്ചും കൂടി ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയും കൊണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാം ഗൈസ്. എനിമിനെ കിട്ടി അവനെ നോക്കാക്കുകയും ചെയ്യാം. കുഴപ്പമില്ലാത്ത ടീമേറ്റാണ് ഗൈസ്. എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞൊരു മലയാളി ടീമേറ്റിനെ കിട്ടുക എന്നതാണ്. അന്ന് അവൻ്റെ ഒപ്പൊക്കെ കളിച്ച് എനിക്കൊന്ന് പുഷ് ചെയ്യാലോ. ഈ ഭായിമാരും ബംഗാളികളും വരും, എന്നിട്ട് അവരോട് എന്തൊക്കെ പറയണമെന്ന് പറയും ഗൈസ്. ഞാൻ വായിക്കാരനെ എല്ലാ തെറിയും വിളിച്ച് പറയും. എന്നിട്ട് എനിക്ക് എൻ്റെ മൈക്ക് ഓണാക്കാൻ പോലും പറ്റാറില്ല ഗൈസ് മര്യാദയ്ക്ക്. കാരണം ഞാൻ അവരെ തെറി വിളിക്കുക, അവർ വെർബൽ യൂസേജ് വിട്ട് തരും എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് പിന്നെ അവരോട് പിന്നെ ആരോടും എനിക്ക് മൈക്ക് ഓണാക്കാൻ പറ്റാറില്ല ഗൈസ്. അതുകൊണ്ട് എനിക്ക് ബംഗാളികളെ ഞാൻ വെറുത്ത് ഗൈസ് കളിക്കുക. മലയാളികളുണ്ടായിരുന്ന അവരോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ അവർ നമ്മളോട് പറയുന്നത് മനസ്സിലാവില്ല. ഈ കാട്ട് ബംഗാളികളാണെങ്കിൽ മൈക്ക് ഓണാക്കത്തില്ല, ഒന്നും മനസ്സിലാവത്തുമില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മുടെ സ്ക്വിഡ് ഗെയിം ഡോൾ വെക്കുന്ന കണ്ടിട്ടുണ്ടോ ഗൈസ്? അപ്പോൾ ഇത് സൈഡിൽ എനിമിയുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അവനെ പോയി തീർക്കാൻ പറ്റുമോ നോക്കാം. 2-3 ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഗൈസ് അവിടെ. അപ്പോൾ ഞാൻ ഒരുത്തനെ കണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലാം ഗൈസ്. അപ്പോൾ ഒരുത്തൻ ഇവിടുന്ന് ചാടി പോണ്. SKS കൊണ്ട് 52-51 കൊടുത്തു ഗൈസ്. അപ്പോഴത്തേക്ക് അവൻ ഗ്ലൂ വോൾ ഇട്ട് കയറി. അപ്പോൾ നമുക്ക് മറ്റേ വഴിയിൽ നിന്ന് അടിച്ച് തീർക്കാമെന്ന് കരുതി ഞാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ അവൻ കയറി വന്നു. അപ്പോൾ ഞാൻ വേഗം ഓറിയോണിട്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ടീമിന് എൻ്റെ കില്ല് ഗുമ്മിലടിച്ച് ഗൈസ്. എൻ്റെ പൊന്നെ, ഇത് ഓരോ സ്ക്വാഡിലുള്ള ഓരോരുത്തരാണ് ഗൈസ് കയറി വന്നത്. 3 സ്ക്വാഡിലുള്ള 3 പേരാണ്, ഞാനും കൂടി വേറെ സ്ക്വാഡാണ്. അപ്പോൾ 4 പേര് 4 സ്ക്വാഡിൽ നിന്നാണ് ഗൈസ് ഇപ്പോൾ കയറി വന്നത്. അപ്പോൾ എൻ്റെ ടീമേറ്റും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ അടിച്ചവനാണ് ഗൈസ് ഈ ഗ്ലൂ വാൾ കവർ ചെയ്യുന്നത്. അവനെ അടിച്ച് ടീം വൈപ്പോട്ട് അവൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ശരിക്കും ഞാനാണ് എടുക്കേണ്ടത്. നിങ്ങൾ നോക്കിയായിരുന്നോ ഗൈസ്? എൻ്റെ ടീമേറ്റിൻ്റെ പേരാണ് അവിടെ നിന്ന് അടിക്കുന്നതിൻ്റെ അവിടെ കാണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മര്യാദയ്ക്ക് നോക്കാണ്ടിരുന്നത്. ടീമേറ്റ് ഉള്ളതുകൊണ്ട് അവനെ കില്ല് കിട്ടുമെന്ന് കരുതി ഞാൻ പിന്നെ അവനെ കില്ല് ചെയ്യാനും പോയില്ല. പക്ഷെ നോക്കിയപ്പോൾ അത് വേറെ ഒരുത്തനായിരുന്നു കേസ്, പാട്ടി. പിന്നെ എന്ത് ചെയ്യാനാണ് കേസ്, ഞാൻ ഇതിപ്പോൾ എന്നെ എപ്പോഴും ഇങ്ങനെ ചതിക്കാറുണ്ട് കേസ്. അപ്പോൾ എൻ്റെ ലൂട്ടിൽ തന്നെ പോയി ഇറങ്ങി എനിക്ക് ഒരു ലൂട്ട് എടുക്കാമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ അവിടെ ഇറങ്ങുന്നത്. ഇപ്പം ഞാൻ അത്ര ദൂരത്ത് ഇറങ്ങിയത് അവിടെ ഒരു ഹിൽ സ്റ്റേപ്പ് ഉണ്ട് കേസ്. ഞാൻ അവിടെ ചെന്നിറങ്ങിയാൽ ഞാൻ എന്തായാലും മൂഞ്ചും. അപ്പോൾ P90 ആണ്. P90 ഇഷ്ടമാണ് എനിക്ക് അടിക്കാൻ. എന്നാലും P90 വെച്ചിട്ടൊന്നും അടിച്ചിട്ട് ഇപ്പോൾ ആരും ചാവുന്നില്ല. P90യുടെ പവറൊക്കെ കുറച്ച് പോലെയാണ് ഗെയ്സ്. ഇപ്പം ഇവോയുള്ളവർക്ക് എല്ലാം ഉള്ളൂ ഗെയ്സ്. സത്യം പറയാലോ, ഇവോയുടെ ആണ് ഏറ്റവും പവർ. അല്ലാണ്ട് ഈ മാനിയായിട്ട് കളിക്കുന്നവർക്കൊന്നും ഒരു ഇതുമില്ല ഗെയ്സ്. സത്യം പറയാലോ, ഈ ടോപ്പപ്പ് ചെയ്യാൻ ചിലവർ കാശില്ല, ചിലവർ ചെയ്യില്ല. എനിക്ക് കാശില്ല നിങ്ങൾ കരുതിക്കോ, നിങ്ങൾക്ക് എന്താ വെച്ചാൽ തോന്നാലോ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ തോന്നിക്കോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ അവർക്കൊക്കെ നല്ല സെറ്റായിട്ട് അടിക്കുക അറിയാം. പിന്നെ പാത് ടോപ്പപ്പ് ചെയ്യുന്ന ഒരു മൂഞ്ചലാണ് ഗെയ്സ്, കാര്യം പറയാലോ. അപ്പോൾ എൻ്റെ ടീമേറ്റിന് നല്ല അടി കിട്ടുന്നുണ്ട് ഗെയ്സ്. അവനാണെങ്കിൽ ഗ്ലൂ വാളൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കയറി ചെന്നൊരു സപ്പോർട്ട് കൊടുക്കാമെന്ന് കരുതി ഗെയ്സ്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് എനിമീനില്ല. പിന്നെ ഇവൻ ആരെ അടിക്കണമെന്ന് എനിക്ക് ഒരു പിടിയില്ല ഗെയ്സ്. അവൻ ഈ കാണുന്ന വീടിൻ്റെ അകത്തുള്ളവനെയാണ് ഗെയ്സ് ഇവൻ ഇത്രയും ഗ്ലൂ മെൽറ്ററൊക്കെ ഇട്ടത് ഗെയ്സ്. എൻ്റെ പൊന്നടേ. അപ്പോൾ അവനകത്ത് ഗ്ലൂ വാൾ ഇട്ടെന്ന് ഉറപ്പാക്കിയപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലാമെന്ന് കരുതി ഗെയ്സ്. അപ്പോൾ M590 കയ്യിലെടുത്തിട്ട് ഞാൻ കയറി ചെന്നിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഗെയ്സ് ഞാൻ അവനെ കില്ല് ചെയ്യാൻ കയറി വന്നപ്പോഴത്തേക്ക് അവൻ ആ ഫയർ ഗണ്ണ് വെച്ചിട്ട് അവനെ തീർത്ത് ഗെയ്സ്. എൻ്റെ കില്ല് അവൻ മൊത്തം കൊമ്പിലടിച്ചുകൊണ്ട് പോവാണ് ഗെയ്സ്. എനിക്ക് പാതി കില്ല് എനിക്കാണ് കിട്ടേണ്ടത്, 2 കില്ല് എനിക്കായിരുന്നു കിട്ടേണ്ടത്. അത് മൊത്തം അവനെ എടുത്തുകൊണ്ട് പോയി ഗെയ്സ്. അപ്പോൾ ആ ഫയർ ഗണ്ണ് എനിക്ക് അവിടെ കിടക്കുന്നുണ്ട് ഗെയ്സ്. അപ്പോൾ ഫയർ ഗണ്ണ് ഞാൻ എടുക്കാൻ കരുതി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലൂ വാൾ ആരെയാന്ന് നോക്കിയപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അവൻ തന്നെ അവിടെ വെച്ചിട്ട് ഇട്ടായിരുന്നല്ലോ എന്ന്. പിന്നെ വേറൊരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ട് ഗെയ്സ് ഇവിടെ. അപ്പോൾ നമുക്ക് അവനെ ചെന്ന് തീർക്കാൻ പറ്റുമെന്ന് നോക്കാം ഗെയ്സ്. അവനെ ഇനി അവൻ തന്നെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് മുകളിൽ നിൽപ്പുണ്ട് ഗെയ്സ്. അവൻ ഗ്ലൂ വാളിൽ കവറാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒളിച്ച് കയറി ചെല്ലാമെന്ന് കരുതി ഗെയ്സ്. ഈ മുകളിൽ നിൽക്കുന്ന സാധനം കണ്ടെങ്കിൽ ഗെയ്സ്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം ഗെയ്സ്. നമ്മുടെ സ്ക്വിഡ് ഗെയിമിൽ അതേ പിഗ്ഗി ബാങ്കാണ് ഗെയ്സ് അത്. എൻ്റെ മോനെ ഇതൊക്കെ ഇങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഇപ്പോഴാണ് കാണുന്നത് ഗെയ്സ്. ഇപ്പോൾ ഈ ക്യാമറ ഞാൻ വലിച്ചപ്പോഴാണ് ഞാനത് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു എനിമീനെ കണ്ടിട്ടാണ് ഞാൻ ഓറിയോണിട്ട് ഗെയ്സ്. അപ്പോൾ അവനെ ഞാൻ കില്ലെടുത്തിട്ടുണ്ട്, ഡബിൾ ടിഗ്നോൺ എടുത്തിട്ടുണ്ട് ഗെയ്സ്. ഇപ്പോൾ ഞാൻ പിന്നെ അവൻ്റെ കയ്യിൽ ബെസ്റ്റ് ലെവൽ 4 ഉണ്ട്, അത് ഞാൻ എടുത്ത് 13 സൂപ്പർ മെഡ് പോലെ ആ മൊത്തം ഞാൻ എടുത്ത്. പിന്നെ ഗണ്ണ് SVD-Y എൻ്റെ മോനെ. അപ്പോൾ ഞാൻ SKS ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുത്തിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ AW എടുക്കാമെന്നാണ് കരുതിയത്. പിന്നെ AWM-ന് 40 ഉണ്ടേ ഉള്ളൂ ഗെയ്സ്, അത് പാടല്ല. അപ്പോൾ നമുക്ക് SVD-Y തന്നെ എടുക്കാം. പിന്നെ SVDക്ക് നോക്കിയിട്ട് നോക്കിയിട്ടും 0 ഉണ്ട് ഗെയ്സ്. 10 ഉണ്ടെങ്കിൽ ഞാനെന്തുണ്ടാക്കാനാണ് ഗെയ്സ്?
അപ്പോൾ പിന്നെ ഞാനിവിടെ മൊത്തം അതിൻ്റെ അകത്ത് മൊത്തം ഇരുന്ന് തപ്പി ഗൈസ്. അപ്പോൾ അതെ 371 ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാനത് മാറ്റി. അപ്പോൾ 30 ഉണ്ടയാണ് കയറിയിട്ടുള്ളൂ ഗൈസ്. ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ അകത്ത് എത്ര നോക്കിയിട്ടും കാണുന്നില്ല ഗൈസ്. ഞാൻ കുറേ നോക്കി. അപ്പോൾ മറ്റൊരിടത്ത് നിന്ന് നമുക്ക് നോക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ അവിടെ 4 സൂപ്പർമെൻ്റ് ഉണ്ട്. അവന് ഇന്ന് ഫയർ ഗണ്ണ് ഞാൻ മാക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ മേളിൽ നിന്ന് ഒരു സാൻഡിനെ ഇട്ടേക്കുന്ന ഗൈസ്. ആ സാൻഡിനോ ആണെങ്കിൽ ഇപ്പോൾ പൊക്കോണ്ടും ഇരിക്കുകയാണ്. അവൻ താഴേക്ക് എത്തി. എൻ്റെ ജീവനാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറയുന്നുമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് മെഡിക്കറ്റ് അടിച്ചിട്ട് എൻ്റെ ടീമേറ്റ് നോക്കായിട്ടുണ്ട് ഗൈസ്. അവനെങ്ങനെയും നോക്കായി ഗൈസ്. അപ്പോൾ ഇതേണ്ട ഒരു തോണ്ടി പോകണം. നമുക്ക് അവനങ്ങ് തീർക്കാൻ ഗൈസ്. പേസ് വീഡിയോ വെച്ച് ആദ്യം കൊടുത്ത് കൊണ്ടില്ല. പിന്നെ 95 അടിച്ചപ്പോൾ തന്നെ അവൻ തീർന്നിട്ടുണ്ട് ഗൈസ് ടീം ബൈപ്പോട്ട് എടുത്ത്. അപ്പോൾ എനിക്ക് നല്ലോണക്ക് ജീവൻ കുറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടുന്ന ഇൻഹേലർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവനെ ചെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കി വിടണ്ടേ. ഇനി നമ്മളാണെങ്കിൽ ചത്തു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ പൊക്കി വിട്ടാണ് ഗൈസ്. നമ്മളിവിടെ ട്രിപ്പിൾ ടേക്ക് ഡൗൺ എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇനി 12 പേരും കൂടി ഉള്ളൂ ഗൈസ്. ഈ 12 പേരെ തീർത്ത എൻ്റെ ബോയിയാണ് ഗൈസ്. ഞങ്ങൾക്ക് ബോയ് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ സൈഡിൽ നിന്ന് ഒരുത്തും സോളോ ഡയർ എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവനെ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തന്നെ വീണ്ടും പോയി മൂഞ്ചിയ തീരുമല്ലോ. പിന്നെ അവനെ സൂപ്പർ വേവിൽ ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഇപ്പം 3 ഇടത്തുനിന്നും ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. എല്ലാ ഭാഗത്തുനിന്നും ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഒരുത്തെന്ത് സ്ലൈഡിൽ കയറി തന്നെ ഗൈസ്. അപ്പോൾ സ്ലൈഡിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഗൈസ്. അപ്പോൾ അവനെ നമുക്ക് SVD ബൈക്ക് തീർക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. എൻ്റെ നെഞ്ച് ഭയങ്കരമായിട്ട് ഇടിക്കേണ്ട ഗൈസ് ഇപ്പോൾ ഇത് കളിക്കുമ്പോൾ. കാരണം അത്രയ്ക്ക് പ്രഷർ വെച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത്. അപ്പം വൂക്കോങ് ഇട്ട് ഗൈസ്. അപ്പോൾ സൈഡിൽ നിന്ന് എനിക്കിട്ട് ഒരുത്തന്നെ അടിക്കുന്ന ഗൈസ്. ഞാൻ ഗ്ലൂ വാളിട്ട് മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ ഗ്ലൂ വാൾ ഞാൻ മാറ്റിയിട്ടില്ല. കാരണം പുറകിൽ നിന്നൊക്കെ നല്ല ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അവരെ എനിക്കിട്ട് അടിക്കുമെന്ന് എനിക്കറിയാം ഗൈസ്. അപ്പോൾ 120 ഉണ്ട് എനിക്ക് SVD ബൈക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അവരെ തീർക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഇടവഴി മറ്റേ വഴി കയറി ചെന്നിട്ട് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ കൂടെ ചടി എന്തായാലും ജീവൻ പാതി പോവും. അതിനും വേണം നമുക്ക് സ്റ്റെപ്പ് വഴി മര്യാദയ്ക്ക് മാന്യനായിട്ട് ഇറങ്ങി പോകണം നല്ലത് ഗൈസ്. അപ്പോൾ മുകളിൽ 2-3 പേരുണ്ട് ഗൈസ്. അപ്പോൾ അവനെന്നെ കണ്ട് ഗൈസ്. എനിക്ക് കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട്. എന്തോ ഭംഗി ഹെഡ് കയറിയിട്ടില്ല. അപ്പോൾ ഇനി 10 പേരുള്ളൂ ഗൈസ്. ഞങ്ങളെ 2 പേരെ മാറ്റിയാൽ പിന്നെ 8 പേരുള്ളൂ ഗൈസിൻ്റെ അതിന്. പിന്നെ അവൻ്റെ അടുത്തേക്ക് കയറി ചെന്ന് മൂഞ്ചി എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പുറത്ത് തന്നെ നിൽക്കാൻ കരുതി. എൻ്റെ ടീമേറ്റ് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അവൻ്റെ ഒപ്പം കയറാൻ തരില്ല. അപ്പോൾ 2 പേര് അവിടെ കൂടെ നിൽക്കുന്നുണ്ട് ഗൈസ്. വെറുതെ വഴി പോണവരെ നമുക്ക് വിളിച്ച് കയറ്റണോ ഗൈസ്. അവരവിടെ കൂടെ പോട്ടെ. ആരെങ്കിലുമൊക്കെ കൊല്ലുമ്പോൾ നമുക്ക് അവരുടെ ഇടയ്ക്ക് പോയിട്ട് കില്ല് കുമ്മനടിക്കാം. ഇപ്പോൾ അതേണ്ട സൈഡിൽ വേറെ ഒരുത്തൻ അവനെ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാനവനെ കുറച്ച് 60 120 കൊടുത്തു ഗൈസ്. അപ്പോൾ അവൻ സാൻഡിനെ വിട്ട്. അപ്പോൾ സാൻഡിനെ അങ്ങോട്ട് വന്നില്ല ഗൈസ്. സാൻഡിനെ പോയി. അപ്പോൾ അവൻ ചത്തൊന്നുമില്ല ഗൈസ്. അർത്ഥം അവൻ ചത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് എൻ്റെ ടീമേറ്റാണെന്ന് തോന്നുന്നു. അത് തന്നെ ഗൈസ്, എൻ്റെ ടീമേറ്റാണ് നിൽക്കുന്നത്. അവൻ നന്നായിട്ട് ആൾക്കാർക്ക് ഡാമേജ് കൊടുക്കുന്നുണ്ട് ഗൈസ്. അവന് 8 കില്ലും കണ്ട് എൻ്റെ പൊന്ന്. ഞാൻ പകുതി എനിമീസിനെ എനിക്ക് ഇങ്ങനെ കാണാൻ കിട്ടുന്നില്ല ഗൈസ്. കിട്ടിയവരെയൊക്കെ ഞാൻ പാതി പേരെ അടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ടീമേറ്റിനെ ഇവിടെ ഒരുത്തുന്ന നന്നോണക്ക് ഡാമേജ് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവൻ തന്നെ ഗ്ലൂ വാളിട്ട് തന്നുകൊണ്ട് നമുക്ക് അവിടെ ഒളിച്ച് നിന്നിട്ട് നമ്മുടെ ടീമിനെ റിവൈവ് ചെയ്യും. അപ്പം ബോംബ് ഇടുന്ന ഗൈസ്. ഞാൻ ഇറങ്ങി ഓടി ഗൈസ്. കാരണം ബോംബൊക്കെ ഇട്ട എനിക്കിട്ട് തന്നെയായിരിക്കും എന്തായാലും ഇട്ട് പൊട്ടണത്. അപ്പോൾ നമുക്ക് സമുറായിട്ട് മൂഞ്ചാൻ പറ്റില്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് കയറി ചെന്ന് നോക്കാം. അപ്പോൾ എല്ലായിടത്തും ഗ്ലൂ വാളിട്ട് ഇപ്പോൾ കവറാണ്. അപ്പോൾ ഇനി പുറകിൽ നിന്ന് വേണമെങ്കിലും വരാം, ഫ്രണ്ടിൽ നിന്ന് വേണമെങ്കിലും വരാം, എവിടെ നിന്ന് വേണമെങ്കിലും എനിമി അടിക്കാം ഗൈസ്. അപ്പോൾ ഇനി സൂക്ഷിച്ച് കളിക്കണം. 7 പേരും കൂടി ഉള്ളു ഗൈസ് ലൈവായിട്ട്. എൻ്റെ കൂട്ടുകാരൻ അതേണ്ട ഒരുത്തൻ. അപ്പോൾ എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് തന്നെ ലോ ആണ് ഗൈസ്. 50% ആണ് ബാറ്ററി. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഞാൻ നല്ല കൊടുത്ത് അവനെ ടീം വൈപ്പ് ഔട്ട് എടുത്ത് ഗൈസ്. അപ്പോൾ അവൻ്റെ കയ്യിൽ SVD തന്നെ മാക്സ് 7. എൻ്റെ പൊന്നെ കുണ്ണ. അപ്പോൾ ഞാൻ കളിക്കുന്നത് M59 അല്ല M9. അതിൻ്റെ പേരൊന്നും കൂടി പറഞ്ഞു തന്നെ ഗൈസ്. അറിയാവുന്നവർ പറഞ്ഞു തന്നെ കേട്ടോ ഗൈസ്. ഞാൻ മറന്നു പോവാണ്. അതാണ് സോറി. M590 ആണെന്ന് തോന്നുന്നു അല്ലേ ഗൈസ്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഗ്ലൂ വാളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറി ചെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഈ സൈഡിൽ വല്ല എനിമി ഉണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് എന്നെ കുറേ പേര് അടിച്ചത് ആദ്യം ഗൈസ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ നല്ല ഫുഡ് സ്റ്റെപ്പ് അവൻ നോക്കായി ഗൈസ്. അപ്പോൾ ഞാൻ ഗ്ലൂ വാളിട്ടാണ് റിവൈവ് ചെയ്യുമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ അവനെ റിവൈവ് ചെയ്യാണ്. അപ്പോൾ അകത്ത് നല്ല ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കയറി ചെന്ന് നോക്കിയപ്പോൾ ദണ്ഡറ ഒരുത്തെ ഇപ്പോൾ ഒറ്റ ഹെഡ് ഷോട്ട് അടിച്ച് ടീം വൈപ്പോട്ട് എടുത്ത് ഗൈസ്. അപ്പോൾ എന്നെ ഇപ്പോൾ 5 പേരങ്ങോട്ട് കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവനിട്ട ഇത് കണ്ടോ ഗൈസ്, ഇമോജി കണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു ഹെഡ് ഷോട്ട് അടിച്ചാൽ ഞാൻ ഒരുത്തിനെ
വൈപ്പാക്കിയിട്ടുണ്ട് ഗൈസ് ഒരുത്തൻ്റെ ടീം. അപ്പോൾ ഇനി നമുക്ക് അവൻ്റെയൊക്കെ ലൂട്ട് നോക്കിയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ വീണ്ടും ഇവിടെ ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. ഇവിടെ മൊത്തം ഫുഡ് സ്റ്റെപ്പാണ്. 4 പേരേ ഉള്ളൂ ഗൈസ്. ഒരു സ്ക്വാഡും കൂടി ഉള്ളൂ. അപ്പോൾ ദേണ്ട ഒരുത്തൻ നിൽക്കുന്നത്. അപ്പോൾ അവനെ അടിച്ച് ടീം വൈപ്പ് ഔട്ടാക്കി. ഇനി ഒറ്റ ഒരുത്തൻ മോനെ അവനെ തീർത്ത എൻ്റെ ബോയിയാണ് ഗൈസ്. ഞാൻ വേറൊരു ബോയ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇടാം ഗൈസ്. നിങ്ങളൊന്ന് കാണണം കേട്ടോ ഗൈസ്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഞാൻ എടുത്തുകൊണ്ടിരുന്നതെന്നാണ് വിചാരിച്ചത്. തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കൈ കൊണ്ട് പോയി ഗൈസ്. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ജയിച്ചതിൻ്റെ ഭാഗം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇടാൻ ഗൈസ്. അപ്പോൾ എനിക്ക് പുറകെ നല്ല അടിയുണ്ട് ഗൈസ്. ഞാൻ ഗ്ലൂ വാൾ ഇട്ട സ്ഥലം മാറിപ്പോയി ഗൈസ്. എൻ്റെ മോനെ എൻ്റെ ടീംമേറ്റിൻ്റെ കൂടെ 9 കില്ലെങ്ങാണ്ട് അവൻ എടുത്തത്. എന്നിട്ട് എൻ്റെ ഗൈസ് 2 പേരെ അവൾ തന്നെ നോക്കാക്കി ഗൈസ്. എൻ്റെ പൊന്ന്